കോഴിക്കോട് തൃശൂർ പാതയിൽ രാത്രികാലങ്ങളിൽ നിരവധി ചരക്ക് വാഹനങ്ങളും മറ്റ് ദീർഘദൂര യാത്രക്കാരുമാണ് മിനി പമ്പ വഴി കടന്നു പോകുന്നത്. മലപ്പുറം ജില്ലയെ ട്രിപ്പിൾ ലോക്ക്ഡൌണിൽ നിന്നും ഒഴിവാക്കിയെങ്കിലും കണ്ടെയ്ൻമെന്റ് സോണുകൾ ഉള്ളതിനാൽ 7 മണിയോടെ ഹോട്ടലുകളും മറ്റ് ഭക്ഷണശാലകളും അടയ്ക്കും. ജില്ലയിലെ ഭൂരിഭാഗം പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കണ്ടെയ്ൻമെന്റ് സോണിലാണ്. ഇതിനാൽ രാത്രികാലങ്ങളിൽ ഭക്ഷണത്തിന് യാത്രക്കാർ വലിയ പ്രയാസം നേരിടുന്നതായി SFI പ്രവർത്തകർ മനസ്സിലാക്കി. ഇതിനെ തുടർന്നായിരുന്നു SFI പ്രവർത്തകർ പൊതിച്ചോറ് വിതരണം ആരംഭിച്ചത്. മലപ്പുറം ജില്ലയിൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ, ഈ കോവിഡുമായി ബന്ധപ്പെട്ട് ട്രിപ്പിൾ ലോക്ക്ഡൗൺ വരികയും അതിൻ്റെ ഭാഗമായിട്ട് 7 മണിക്ക് തന്നെ ഈ മേഖലകളിലെ ഹോട്ടലുകൾ മുഴുവൻ അടയ്ക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ആ 7 മണിക്ക് അടയ്ക്കുന്ന ഹോട്ടൽ ചിലത് 6 മണിക്ക് ഫുഡ് തരുന്ന സ്ഥിതി ഉണ്ടായി. അപ്പം അങ്ങനെ വരുമ്പോൾ രാത്രി കാലങ്ങളിൽ ഈ വഴിയൂടെ പോകുന്ന, പ്രധാനമായും ഇത് തൃശ്ശൂർ കോഴിക്കോട് ദേശീയപാത ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. പ്രധാനമായിട്ട് ഒരുപാട് വാഹനങ്ങൾ, ചരക്ക് വാഹനങ്ങൾ, ദൂര യാത്രക്കാർ, എറണാകുളം, കോഴിക്കോട് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ടൗണിലേക്ക് പോകുന്ന യാത്രക്കാർ ഉൾപ്പെടെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ മിനി പമ്പ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഏരിയ കമ്മിറ്റി, SFIയുടെ ഏരിയ കമ്മിറ്റി ഈ നിലയ്ക്കൊരു ആലോചന നടത്തുകയും അതിൻ്റെ ഭാഗമായി വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെ, 12 മണി വരെ ഇവിടെ നിന്ന് ആവശ്യമായ ദീർഘദൂര യാത്രക്കാർക്കും മറ്റ് ചരക്ക് വാഹനങ്ങൾക്കും ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇതാണ് നമ്മളിവിടെ കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ കളക്ട് ചെയ്യുന്നത് നമ്മുടെ ഏരിയക്കകത്ത് തീർന്ന വിവിധങ്ങളായ പഞ്ചായത്ത് കമ്മിറ്റികളുണ്ട്, ലോക്കൽ കമ്മിറ്റികൾ. ആ ലോക്കൽ കമ്മിറ്റികളിൽ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഒരു ദിവസം ഒരു പഞ്ചായത്ത് കമ്മിറ്റിക്ക് നമ്മൾ കൊടുക്കുകയാണ്. ആ SFIയുടെ പഞ്ചായത്ത് കമ്മിറ്റി ആ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന വീടുകളിൽ നിന്നും കൃത്യമായ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ആ വീട്ടിൽ ക്വാറന്റൈൻ ഇരിക്കുന്നവരുണ്ടോ ഉൾപ്പെടെ ശ്രദ്ധിച്ച് അത് വളരെ വൃത്തിയിൽ ഗ്ലൗസും എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് ആ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്യുകയും കൃത്യമായി അത് ഇവിടെ ഒരു 7 മണിക്ക് കൂടുന്ന് എത്തിക്കുകയും നമ്മൾ ഇവിടെ പോകുന്ന വണ്ടികൾക്ക്, വാഹനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംരംഭത്തിനാണ് SFIയുടെ എടപ്പാൾ ഏരിയ കമ്മിറ്റി ഇതിലൂടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. തീർച്ചയായും വലിയ ഒരു ജനപിന്തുണ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ ഈ എല്ലാ കോവിഡ് പോലത്തെയുള്ള എന്ത് മഹാമാരി വരുമ്പോഴും എല്ലാത്തിനെയും അതിജീവിച്ച ചരിത്രമാണ് കേരളത്തിനും പ്രത്യേകിച്ച് ഈ സംഘടനാ നിലയ്ക്ക് SFIക്കും ഉള്ളത്. ആ രീതിയിൽ തന്നെ ഈ ഏത് വിഷയവും, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തോട്ട് അതിനെ എങ്ങനെ നമുക്ക് മറികടക്കാം എന്നൊരു ആലോചന പുറത്താണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോഴും അതിനെ മറികടക്കാനുള്ള ഒരു വലിയ ദൗത്യം SFI ഏറ്റെടുക്കുന്നത്. തീർച്ചയായും ഭാവി നമ്മളെപ്പോലെ തന്നെ കേരളത്തിലുടനീളം SFI ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഒരു കാലം കൂടിയിട്ടാണ്. തീർച്ചയായും നമ്മളെല്ലാവരും കൂടി ഒറ്റക്കെട്ടായി ഈ ഒരു അവസ്ഥയെ മറികടക്കും. കേരളം നമ്പർ 1 ആയി വലിയ ചരിത്രം സൃഷ്ടിക്കും. രാത്രി 7 മണി മുതലാണ് പാതയിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നത്. SFI എടപ്പാൾ ഏരിയ സ്റ്റുഡൻസ് ബറ്റാലിയൻ പ്രവർത്തകരാണ് വല്ലതും കഴിച്ചുവെന്ന ഭക്ഷണ വിതരണ ക്യാമ്പയിൻ ജില്ലയിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആരംഭിച്ച അന്നു മുതൽ ലോക്ക്ഡൌൺ അവസാനിക്കുന്നത് വരെ നടത്തുന്നത്. രാത്രി 10 മണിവരെയാണ് ഇവരുടെ പ്രവർത്തനം. ഇതുവഴിയുള്ള യാത്രക്കാർക്ക് ഏറെ സഹായകരമാണ്. ഞങ്ങൾ മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്ന ഡ്രൈവർമാരാണ്, ടാങ്കറാണ് ഓടിക്കുന്നത്. ഞങ്ങൾ കുന്നംകുളം മുതൽ ഒരു ഹോട്ടലിലും ഭക്ഷണത്തിന് വേണ്ടി നിർത്തിയതാണ്. പക്ഷെ എങ്ങും ഇല്ല, ഭക്ഷണമില്ല. ശരിക്കും പറഞ്ഞാൽ വിശന്നാ വന്നേ. അന്നേരമാണ് ഇവിടെ SFI അവരുടെ ഭക്ഷണ വിതരണം. ഇതൊക്കെ ഞങ്ങളെപ്പോലുള്ള ഡ്രൈവർമാർക്ക് ഒരുപാട് ഉപകാരമാണ്. രാത്രിയും പകലും ഞങ്ങളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടാറില്ല. ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുവാണെങ്കിൽ നേരം വിളിക്കുന്നവരെ ചിലപ്പോൾ ഭക്ഷണം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ ചെയ്തത് നല്ലൊരു കാര്യമാണ്. നമുക്ക് വലിയ സന്തോഷമായി. ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് ഡ്രൈവർമാരുണ്ട് ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി. എന്തായാലും കടകളൊക്കെ ആകെ എല്ലായിടത്തും പൂട്ടി ഇരിക്കുമായിരുന്നു. ചെല്ലുമ്പോൾ ഭക്ഷണം നമുക്ക് ക്ലോസ് ആക്കി എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരുപാട് 3-4 കടയിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞു വിട്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് വിശന്ന് ഇവിടം വരെ എത്തിയപ്പോഴാണ് നിങ്ങൾ ഭക്ഷണം തന്നത്. നമുക്ക് എന്തായാലും വലിയ സന്തോഷമായി. 200 പൊതിച്ചോറുകളാണ് ഓരോ ദിവസവും ഇവിടെ നൽകുന്നത്. ഇതിനോടകം 1000-ലേറെ പൊതികളാണ് ഇവർ വിതരണം ചെയ്തത്. സംസ്ഥാനത്ത് ഉടനീളം ഇടതുപക്ഷ യുവജന സംഘടനകളടക്കം മറ്റ് സംഘടനകളും ഇത്തരം ഭക്ഷണ വിതരണം കേരള മാതൃക എന്ന പേര് വീണ്ടും വരുത്തക്ക രീതിയിൽ നടപ്പിലാക്കുന്നുണ്ട്. മഹാമാരി കാലത്തെ മറ്റൊരു കരുതലിനും കൂടിയാണ് ഈ പാതയും സാക്ഷ്യം വഹിക്കുന്നത്.
ക്യാമറമാൻ ഇർഷാദ് ഫാരിസിനോടൊപ്പം ഫാരിസ് പാവിട്ടപ്പുറം, റിപ്പോർട്ടർ മലപ്പുറം.